അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ ഇറാൻ വളരെ തന്ത്രപരമായിട്ടാണ് നീങ്ങുന്നത്. ലോകത്തെ ഏറ്റവും വലിയ രണ്ട് ശക്തികളോട് ഇറാൻ പടപൊരുതുന്നത് ആയുധത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമല്ല, അവരുടെ ബുദ്ധിപരമായ പ്ലാനിങ്ങോടുകൂടിയാണ്. ഇക്കാര്യം വളരെ വ്യക്തമാണ്. പഞ്ചതന്ത്ര കഥയെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഇറാൻ്റെ പോരാട്ടം. ആ പഞ്ചതന്ത്ര കഥയിൽ ഒരു കടുവയെ രക്ഷിക്കാൻ വേണ്ടി ഒരു കർഷകൻ ട്രാപ്പിൽ കുടുങ്ങിയ കടുവയെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കടുവയെ രക്ഷിക്കുന്നു. അവസാനം കടുവ പുറത്തിറങ്ങിയപ്പോൾ കർഷകനോട് പറയുന്നു, ഇത് പ്രകൃതി നിയമമാണ്, ഞാൻ മനുഷ്യരെ തിന്നിരിക്കും, ആക്രമിക്കും. അപ്പോൾ അവർ രണ്ടുപേരും തീരുമാനിക്കുന്നു, നമുക്ക് മറ്റുള്ളവരോട് അന്വേഷിക്കാം. ആദ്യമായി തൊട്ടടുത്ത മരത്തോട് ചോദിച്ചു. മരം വെട്ടുന്നവരാണ് കർഷകർ, മനുഷ്യർ അതുകൊണ്ട് തിന്നാമെന്നാണ് പറഞ്ഞത്. പോത്തിനോട് ചോദിച്ചപ്പോൾ പോത്തും പറഞ്ഞു, മനുഷ്യനെ തിന്നാം, കാരണം മനുഷ്യൻ ഈ മൃഗത്തെ കൊല്ലുന്നവനാണ്. ആ കുറുക്കനോട് രണ്ടുപേരും തങ്ങളുടെ അവസ്ഥ പറയുന്നു. ആ സമയത്താണ് കുറുക്കൻ ഈ കഥ അല്ലെങ്കിൽ ഈ അവസ്ഥ മനസ്സിലാകാത്തതുപോലെ, എന്താണ് സംഭവിച്ചത്, താങ്കൾ എങ്ങനെയാണ് ട്രാപ്പിൽ കുടുങ്ങിയത്, ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും കടുവ ആ കൂട്ടിലേക്ക് കയറുകയും കൂട്ടിൽ കയറിയ ഉടനെ ആ കൂട് അടക്കുകയും ചെയ്തു. തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് കുറുക്കൻ ആ വലിയ കടുവയെ കുടുക്കിയത്. ഇതേ അവസ്ഥയാണ് അമേരിക്ക യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഈ പഞ്ചതന്ത്ര കഥ തന്നെ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള കാലത്ത് പേർഷ്യയിൽ നിന്ന്, ഇറാനിൽ നിന്ന് ആ പണ്ഡിതന്മാർ വരികയും അവർ ഈ കഥ പേർഷ്യയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അത് അറബിയിൽ പ്രചരിക്കുകയും ചെയ്തു. ആ പഞ്ചതന്ത്ര കഥകൾ അറബിയിലുള്ളത് കലീല വ ദിംന എന്ന പേരിലാണ്. ഇങ്ങനെ അറബ്യൻ ലോകത്തേക്ക് പഞ്ചതന്ത്ര കഥ എത്താൻ കാരണം പേർഷ്യക്കാരായിരുന്നു, ഇറാനികളായിരുന്നു. ഇറാൻ ഉപയോഗിക്കുന്നത് അവരുടെ ബുദ്ധിയാണ്, അവരുടെ പ്ലാനിംഗ് ആണ്. ഒന്ന് നോക്കൂ, എങ്ങനെയാണ് അമേരിക്ക എന്ന് പറയുന്ന വലിയ ശക്തിയോട് ഇറാൻ പടപൊരുത്തുന്നത്. ഇറാൻ വികസിപ്പിക്കുന്ന വളരെ ചീപ്പായ ഒരു ഡ്രോണാണ് ഷഹാദ് ഡ്രോൺ. ഒരു ഷഹാദ് ഡ്രോൺ നിർമ്മിക്കാൻ ഏതാണ്ട് $35,000 മുതൽ $50,000 വരെയാണ് ചിലവ്. ഓരോ ദിവസവും 500-ൽ പരം ഡ്രോണുകളാണ് ഇറാൻ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. വിദഗ്ധർ പറയുന്നത് ഇറാൻ്റെ കൈവശം ഏതാണ്ട് 80,000 ഡ്രോണുകൾ ഇപ്പോൾ തന്നെ അയക്കാൻ പാകത്തിൽ റെഡിയായിട്ട് ഇറാൻ്റെ കൈവശമുണ്ട്. ട്രക്കിൽ കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഇറാൻ്റെ ഡ്രോണുകൾ. ഈ ഡ്രോണുകളുടെ ആക്രമണം തടയാൻ അമേരിക്ക ചെലവഴിക്കുന്നത് മില്യൺ കണക്കിന് ഡോളറാണ്. അതിൽ ഹൈ ആറ്റിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്ന് പറയുന്ന താടിന് കോടിക്കണക്കിന് ഡോളറാണ് ചിലവ് വരുന്നത്. ആ താടിൽ നിന്ന് അയക്കുന്ന ഒരു മിസൈൽ ഏതാണ്ട് $1 മില്യൺ ചിലവ് വരും. കൊതുകിനെ കൊല്ലാൻ ഡയമണ്ട് ബാറ്റ് ഉപയോഗിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്ക. സാമ്പത്തിക നഷ്ടത്തിലേക്ക് അമേരിക്കയുടെ സഖ്യകക്ഷികളെ എത്തിക്കുക എന്ന വലിയ ഒരു സ്ട്രാറ്റജിയാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. സാമ്പത്തികമായ മാന്ദ്യം, ജല ദൗർലഭ്യം, ഇങ്ങനെ പല സ്ട്രാറ്റജികളും ഇറാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. GCC രാജ്യങ്ങളെ നിഷ്പ്രഭമാക്കുക എന്ന ഒരു ഐഡിയ കൂടി ഇറാൻ ഉപയോഗിക്കുന്നുണ്ട്. GCCയെ ദുർബലമാക്കാൻ ഇറാൻ പരിശ്രമിക്കുന്നു. അതേപ്പറ്റി നാളെ പറയാം.